അല്ലേലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ബഹുമിടുക്കിയ പത്മജ വേണുഗോപാൽ തള്ളലിനും ഒട്ടും കുറവില്ല. BJP-യിൽ ചേർന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുൻപ് മോദി സ്തുതിയും വാഴ്ത്തപ്പെടുത്തലുകളും തുടങ്ങി. അതൊക്കെ ചെയ്താലല്ലേ പിടിച്ചു നിൽക്കാനൊക്കൂ. പാണ്ടിയിൽ ആന പറ്റാലും പറയണം അതിന് കാരണം മോദിയാണെന്ന്. നാണമില്ലേ പത്മജയെ നിങ്ങൾക്കിങ്ങനെയൊക്കെ വിളമ്പാൻ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മലയാളികൾ 34 കോടി രൂപ സമാഹരിച്ചത് മോദിയുടെ കഴിവുകൊണ്ടാണെന്നാണ് പത്മജ തള്ളുന്നത്. മോദി സർക്കാർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൊണ്ടുവന്ന അതിവേഗ വളർച്ചയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് ആവശ്യമായ തുക ഇത്രയും വേഗം സമാഹരിക്കാൻ കാരണമായതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മോദി സർക്കാർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വികസന രംഗത്ത് ഭാരതത്തിനുണ്ടാക്കുന്ന അതിവേഗ വളർച്ചയെ ഈ അവസരത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കണമെന്നും പത്മജ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നമ്മൾ ഒന്നടങ്കം സന്തോഷിച്ച സമയമായിരുന്നു നമ്മുടെ സഹോദരൻ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലായിരുന്നു ആ സഹോദരൻ 18 വർഷം സൗദിയിൽ ജയിലിൽ കിടന്നത്. പക്ഷേ ആ സഹോദരന്റെ മോചനത്തിന് ആവശ്യമായ തുക ഇത്ര വേഗം സമാഹരിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിന് ടെക്നോളജി രംഗത്തുണ്ടായ അതിവേഗ വളർച്ചയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഭാരതത്തിൽ അതിവേഗം വ്യാപകമായതാണ് ഒറ്റ ക്ലിക്കിൽ 34 കോടി രൂപ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്. UPI എന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന സാങ്കേതിക വളർച്ചയാണ് ഇത്രയും പണം പെട്ടെന്ന് സമാഹരിക്കാൻ കഴിഞ്ഞ അത്ഭുത നേട്ടത്തിന് കാരണമായത്. ഇന്ത്യ ഇന്ന് ഡിജിറ്റൽ എക്കണോമിയായി മാറിയിരിക്കുന്നു. ബിൽ ഗേറ്റ്സ് ഈയിടെ പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശംസയായി കാണുന്നു. ബിൽ ഗേറ്റ്സ് പറഞ്ഞത് ഇന്ത്യ ഡിജിറ്റൽ സൂപ്പർ പവറായി മാറിയിരിക്കുന്നു. ഈ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അബ്ദുൾ റഹീമിന്റെ അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ ബോബി ചെമ്മണ്ണൂരിനും സമൂഹത്തിനും നന്ദി. മോദി സർക്കാർ ശാസ്ത്രരംഗത്ത്, വികസന രംഗത്ത് ഭാരതത്തിനുണ്ടാക്കുന്ന അതിവേഗ വളർച്ചയെ ഈ അവസരത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കേട്ടല്ലോ, ഈ തള്ളലിന് എന്താ മറുപടി പറയേണ്ടത്? അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇത് വിളിച്ചു പറയുമോ? തന്നെ താനാക്കിയ ഇത്രയും നാൾ ഉപ്പും ചോറും തിന്ന കോൺഗ്രസ് പാർട്ടിയെ ഒരു നിമിഷം കൊണ്ട് മറന്നല്ലോ. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും കൊടുത്ത സ്വന്തം അച്ഛനെ മറന്നില്ലേ? മറക്കണം, എങ്കിലേ അത് പൂർത്തിയാവൂ. അർഹതയില്ലാത്തത് നേടിയ ആളല്ലേ. വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന താങ്കളെ വിളിച്ചിറക്കി നൂലിൽ കെട്ടിയിറക്കിയല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയത്. പോരാഞ്ഞ് ലോക്സഭയിലും നിയമസഭയിലും മത്സരിപ്പിച്ചു. വലിയ ജനപിന്തുണ ഉണ്ടായതുകൊണ്ട് രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു. ഈ അവസരങ്ങളൊക്കെ ഒരു സാധാരണ പ്രവർത്തകയ്ക്ക് കിട്ടുമോ? നിങ്ങൾ കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് മാത്രമായി ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്കതൊന്നും അർഹതപ്പെട്ടതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കാഞ്ഞത്. മുഖം വൃത്തികേടായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം. ജയിക്കേണ്ട സീറ്റുകൾ കൊണ്ടുവന്ന് തോറ്റുകൊടുത്തിട്ട് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും കുറ്റം പറഞ്ഞ് നടക്കുന്നു. ഛേ, കഷ്ടം.